ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കപ്പലണ്ടി മിഠായിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു കപ്പലണ്ടി മിഠായി എന്ന് ഓർക്കുമ്പം തന്നെ ഒരു നൊസ്റ്റാൾജി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കപ്പലണ്ടി മിഠായി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊന്ന് കടലയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1 കപ്പ് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടല നന്നായിട്ട്, ഇതിപ്പോൾ വറുക്കാതെ കടലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ വറുത്ത കടല എടുക്കുന്നതാണെങ്കിലും കൂടി ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വറുക്കാതെ കടല ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് തൊലിയൊക്കെ ഒന്ന് വിട്ട് കിട്ടണമല്ലോ. അതുപോലെ തന്നെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടല അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തൊലിയൊക്കെ വിട്ട് കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സെയിം പാനിൽ തന്നെ വെക്കണ്ട കേട്ടോ, കാരണം നമ്മുടെ പാൻ അത്യാവശ്യം നല്ല ചൂടുണ്ടല്ലോ. അപ്പോൾ വീണ്ടും നന്നായിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ കടല അവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എന്തിലാണോ പീനട്ട് ബാർ സെറ്റാവാൻ വേണ്ടി ലാസ്റ്റ് വെക്കുന്നത് അത് ഇപ്പോൾ തന്നെ നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ പീസ് ഫോയിലൊന്ന് ചുറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടാണ് ലാസ്റ്റ് പീനട്ട് ബാർ സെറ്റാവാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾ ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണോ അല്ലെങ്കിൽ വേറെ ബൗൾ എന്തായാലും കുഴപ്പമില്ല, കുറച്ച് ഓയിൽ തടവിയിട്ട് എന്തിലെങ്കിലും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കരുതിയത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോയിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ വെളിച്ചെണ്ണയുടെ നല്ലൊരു സ്മെല്ലും ഫ്ലേവറൊക്കെ വരുമല്ലോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓയിലാണെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പീനട്ട് ബാറിന് ആവശ്യമായിട്ട് വെള്ളം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് കടലക്ക് 1/4 കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് 1/4 കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഞാൻ പറയുന്ന മെഷറിങ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മിഠായി റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒന്ന് മെൽറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം, അത് നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണേ. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഞാനൊരു കൺസിസ്റ്റൻസി ഇതിൻ്റെ കാണിച്ചു തരും. ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് പീനട്ട് ബാർ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് മെൽറ്റായി കിട്ടട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന വെള്ളം പൊതുവെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര കോൺഫിഡൻറ്റ് ഇല്ലാതെ അഴുക്കൊക്കെ ഉണ്ടാവും. സാധാരണ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ മനസ്സിലാവാറുണ്ടാവുമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെള്ളം സെപ്പറേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നല്ല അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല വെള്ളമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഡയറക്റ്റ് ഇതിലേക്ക് ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് ഇതിൽ തന്നെ ഞാൻ കടലയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ വേറെ പാത്രത്തിലേക്കൊന്നും ഇനി മാറ്റുന്നില്ല, കാരണം നല്ല വെള്ളമാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്, അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ചിട്ട് അത് എങ്ങനെയാണ് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് അരിച്ചിട്ടൊക്കെ എടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇപ്പോൾ മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, അതും കൂടി ഒന്ന് നന്നായിട്ട് മെൽറ്റായിക്കോട്ടെ. അപ്പോൾ അത്യാവശ്യം ഈ കട്ടകളൊക്കെ ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ആ ഒരു കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, ഇതൊന്നൊന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ കുറച്ചൊന്ന് മെൽറ്റായിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. കണ്ടില്ല, കുറച്ചൊന്ന് വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം ഇതിലേക്ക് കുറച്ചൊരു ഡ്രോപ്പ്, അങ്ങനെ 2-3 ഡ്രോപ്പ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ആദ്യം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കൈ കൊണ്ട് വിരൽ കൊണ്ട് എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നോക്കി വെക്കാം.
കണ്ടില്ലേ ഇതുപോലെ എടുക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷേ ഇല്ല, ഇപ്പോൾ റെഡി ആയിട്ടില്ല. ഇത് കണ്ടില്ലേ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോളായിട്ടാണ് എടുക്കാൻ പറ്റുന്നത്. കുറച്ച് ഹാർഡായിട്ടുള്ള ബോളായിട്ടാണ് നമുക്ക് കിട്ടേണ്ടെങ്കിലാണ് ഈ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവും, പാകമായി എന്ന് റെഡിയായി എന്ന് മനസ്സിലാവും. അപ്പോൾ ഇപ്പം നന്നായിട്ട് കണ്ടില്ലേ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്, എല്ലാവരുടെയും ഒരു പറ്റി പിടിക്കുന്ന രീതിയിലല്ല കിട്ടുന്നത്. അപ്പോൾ റെഡി ആയിട്ടില്ല. ഇനി കുറച്ചുകൂടി സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് കുറുക്കിയെടുക്കണമെങ്കിൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് പാകത്തിനായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് വീണ്ടും ഞാൻ വെള്ളം മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോക്കാം കേട്ടോ ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടെ ഒന്ന് വെള്ളം മാറ്റിയിട്ട് ഇടയ്ക്കിടെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ബോൾസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഹാർഡായിട്ടുള്ള ബോളായിട്ട് കിട്ടിയിട്ടുണ്ട്. നേരത്തെ നല്ല സോഫ്റ്റ് ആയിട്ടല്ല കിട്ടി, ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ആ ഒരു ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സൗണ്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്നാണ് കേട്ടോ. നമുക്ക് കൺസിസ്റ്റൻസി മനസ്സിലായി. ഇതുപോലെ ആ ഒരു ബോൾ സൈഡ് നമ്മൾ എടുത്തില്ലേ, അതൊന്ന് ഇതുപോലെ ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഒരു ചെറിയൊരു സൗണ്ട്, ഒരു സ്റ്റോൺ കല്ലെറിയുന്ന പോലത്തെ ഒരു സൗണ്ട് കിട്ടും. അതാണ് നമ്മുടെ പാകത്തിനുള്ള കൺസിസ്റ്റൻസി. അപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് വെച്ച കടല തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇനിയുള്ള പരിപാടിയൊക്കെ നമ്മൾ സ്പീഡ് ചെയ്യണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് ഈ വെള്ളമൊക്കെ നമ്മൾ ഉരുക്കി വെച്ച വെള്ളമൊക്കെ ഇതിലേക്ക് മിക്സായി കിട്ടിയിട്ട് ഉടനെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ല ആ ഫോയിലൊക്കെ വിരിച്ചിട്ട് കട്ടിംഗ് ബോർഡ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പീനട്ട് ബാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് ഇതിൽ ഈ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് സ്പീഡിൽ തന്നെ ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കും. ഒരു സ്പാച്ചിൽ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന റോളർ ആയാലും കുഴപ്പമൊന്നുമില്ല, അത് വെച്ചിട്ടൊന്ന് പരത്തിയിട്ടൊന്ന് ലെവലാക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഞാൻ സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടായി വരട്ടെ. കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ട ആ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് അടയാളം വെച്ച് കൊടുക്കണം. എങ്കിൽ നമുക്കിത് സെറ്റായി വരുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ട ആ ഒരു ഷേപ്പിൽ ഒന്ന് കട്ടിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പൊക്കെ ആയിട്ട് ഒന്നിങ്ങനെ നീളത്തിലും ക്രോസൊക്കെ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വരയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചൂടൊക്കെ അറിയിട്ടുണ്ട്. നമുക്കിനി ഓരോന്ന് ഇതൊന്ന് അടർത്തി കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ, കാരണം നമ്മൾ നേരത്തെ ഗ്യാപ്പൊക്കെ ഇട്ട് വെച്ച് കൊടുത്തില്ല, അത് പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. ഇതുപോലെ ഒന്ന് അടർത്തി കൊടുക്കാം മുഴുവനായിട്ട്. അപ്പോൾ ഈസി അല്ലേ ചെയ്യാനായിട്ട്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ വേണ്ടൂ, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഇത് നമുക്ക് റെഡിയാക്കിയിട്ടിട്ട് നന്നായിട്ട് എയർ ടൈറ്റ് ബോക്സിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മാസം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാം. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ആ ഒരു സമയം തന്നെ നമുക്ക് തീർന്ന് കിട്ടിക്കോളൂ. എന്നാൽ നിങ്ങൾക്ക് കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒന്നും കേടുകൂടാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കിട്ടിക്കോളൂ. കണ്ടില്ലേ ഇപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ അടിഭാഗമൊക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടില്ല. പൊട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അതുപോലത്തെ സെയിം ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.